ഹലോ, ഹായ് സുഹൃത്തുക്കളെ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഷോർട്സ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോകളൊന്നും അങ്ങനെ വൈറലാവുകയോ നല്ല റീച്ച് കിട്ടുകയോ ഒരുപാട് മെസ്സേജ് കിട്ടുകയോ ചെയ്യുന്ന വീഡിയോകളല്ല. ഇതിൽ വീഡിയോകൾ റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ആരെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിക്കണം, ആരെങ്കിലും ചീത്ത വിളിക്കണം, ആരെങ്കിലും അപഹാസ്യമായ രീതിയിൽ സംസാരിക്കണം, അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറയണം, അവരുടെ കുടുംബത്തിലുള്ളവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണം. നമ്മളെ ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് വൃത്തിഹീനമായ രീതിയിൽ സംസാരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നമ്മുടെ വീഡിയോകൾ വൈറലാവുകയുള്ളൂ. നമ്മൾ ഇപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോർട്സുകളും ചെറിയ വീഡിയോസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാലൊന്നും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേറെ ആരും കയറി കാണുകയൊന്നുമില്ല. അതേസമയം സ്ത്രീകളുടെയൊക്കെ വീഡിയോസും അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അത് മില്യൺ കണക്കിന് ആൾക്കാർ കാണുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോലെയുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കുറിച്ച് ഒരു ഷോർട്സ് ചെയ്യുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 10-15 പേര് കാണുന്നതല്ലാതെ അതിൽ കൂടുതൽ ആൾക്കാർ കാണുന്നതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ലൈവ് ഇടുകയാണെങ്കിൽ തന്നെയും അതിൽ മറ്റൊരു ലൈവ് ഇടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ആ ലൈവ് കയറി വരികയുള്ളൂ, അതിന് റീച്ച് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസുകളും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ ഇട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുകയുള്ളൂ. വലിയ കണ്ടൻറ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ മൊബൈലുള്ളവർ ഞാനടക്കം പിന്നെ യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോകളും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരാൾ വന്ന് എത്തി നോക്കിയിട്ട് പെട്ടെന്ന് പോകും. അതേസമയം ഒരു പെൺകുട്ടിയോ അതുപോലെ തന്നെ ഒരു സ്ത്രീയോ ആണെങ്കിൽ ലൈവ് ഇടുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂസാണ് കിട്ടുന്നത്. അവരെന്ത് പറഞ്ഞിട്ടാണോ എന്നറിയില്ല. യൂട്യൂബിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ചീത്ത വിളിക്കുകയോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുക, അതായത് ലൈംഗികപരമായിട്ടുള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അതിൽ ബാനാണ്. അതൊന്നും അങ്ങനെ ചെയ്തുകൂടാ. അതൊക്കെ നമ്മുടെ ചാനലിനെ അവർ റിമൂവ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. യൂട്യൂബിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള വീഡിയോകളും എല്ലാം വരുന്നുണ്ട്, കാണുന്നുമുണ്ട്, അതിന് നല്ല വ്യൂസും ഉണ്ട്. പക്ഷേ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് കാണുമെന്നോ അത് തട്ടി നീക്കി പോകണമല്ലാതെ വേറൊരാളും കാണില്ല. ആ വീഡിയോ വൈറലാകും. ഞാനിപ്പോൾ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു ആണുങ്ങളെ ചീത്ത വിളിച്ചിട്ട് കഥയില്ല. വിളിക്കുന്നെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ ചീത്ത വിളിച്ച് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ രീതിയിലാണ് പോകുന്നത്, അവർ ഈ രീതിയിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ ലൈവും വന്നാൽ മാത്രമേ യൂട്യൂബിൽ നമുക്ക് നല്ല റീച്ചും കിട്ടുള്ളൂ, വാച്ചിങ് അവറും കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ തുടങ്ങിയാലോ എന്ന് ആലോചിച്ച് പോകുന്ന ഒരു കണ്ടീഷനിലാണ്. എന്നാലും ഇതേപോലെയുള്ള വീഡിയോകൾ ഇടുന്ന പല ആൾക്കാരുമുണ്ട്. അവർക്ക് നല്ല വ്യൂസ് കിട്ടും, അവർക്ക് നല്ല റീച്ചും കിട്ടുന്നുണ്ട്. നമ്മളിടുന്ന സാധാരണ ഒരു നാട്ടിൻപുറത്തിലുള്ള കാഴ്ചകളും മറ്റുള്ള അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഒരു വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10-15 പേരെ കാണുന്നു. പിന്നെ യൂട്യൂബ് അത് ആർക്കും അങ്ങോട്ട്
എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, യൂട്യൂബ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. 15 പേര് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത്ര പേരെ കാണുകയുള്ളൂ എന്നുള്ള രീതിയിൽ അത് അവിടെ വെച്ച് തന്നെ ബാൻ ചെയ്യുന്നു, അത് കട്ട് ചെയ്യുന്നു. പിന്നെ അതിനെ വേറെ ആരുടെ കയ്യിലെത്തിക്കില്ല. പിന്നെ നമ്മൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അങ്ങനെ ചലനം പ്രാപിച്ചങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഷെയ്ഡുള്ള രീതിയിൽ പിന്നെ ചീത്ത വിളിക്കുക, തുണിയില്ലാത്ത രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുക. അങ്ങനെ നെഗറ്റീവ് പരമായിട്ടുള്ള വീഡിയോകൾ ചെയ്ത് നല്ല റീച്ച് കിട്ടും. മറ്റുള്ളവരെ കുറിച്ച് ചീത്ത പറയുകയും അവരെക്കുറിച്ച് അതും ഇതും പറഞ്ഞ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും റീച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാത്രമേ റീച്ച്. ആണുങ്ങളുടെ വീഡിയോ എത്ര, ഞാനിപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വ്യൂസൊക്കെ എനിക്കറിയാം. കൂടിപ്പോയ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് തന്നെയാണ് ഏറ്റവും ഇത്തിരി കൂടുതൽ വ്യൂസ് കിട്ടിയത്. 200 പേരെ എത്ര കണ്ടു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10, 15, 10 അങ്ങനെ 10ഒക്കെ ആയോളൂ തോന്നുന്നു. പിന്നെ ഷോർട്സാണ് ചെയ്തിട്ടുള്ളത്. ആ ഷോർട്സ് കുറേ അധികം ചെയ്തിട്ടുണ്ട്. അതിപ്പം റീച്ചുമില്ല. ഇനിയിപ്പം പിന്നെ 2027 ഫെബ്രുവരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സാധാരണ ഉള്ള പോലെ വാച്ചിങ് അവറും അതുപോലെ തന്നെ റീച്ചും പിന്നെ ലൈക്കും അങ്ങനെയൊക്കെ ഒരുപാട് വേണം എന്നാണ് പറയുന്നത്. അപ്പം അതൊന്നും എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്കെന്നല്ല, എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇനി ഉള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ, ഞാൻ പറഞ്ഞതുപോലെ നെഗറ്റീവ് ഷെയ്ഡുള്ള വീഡിയോസുകൾ കാണുക, ചീത്ത വിളിക്കുക, ലൈംഗികപരമായിട്ടുള്ള വീഡിയോകൾ ഇടുക, അങ്ങനെയുള്ള വീഡിയോകൾ ഇട്ടാൽ മാത്രമേ റീച്ച് കിട്ടുമെന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോൾ യൂട്യൂബ് എത്ര പേരിലേക്ക് ഇത് എത്തിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10, 15 പേരെ അടുത്തേക്ക് മാത്രമേ ഇത് എത്തിക്കുകയുള്ളൂ. ഓക്കെ.